അപ്പോൾ ഏത് ഡാൻസിനും ഒരു ഇത് വന്നതിന് ശേഷം കരിയറിൽ അവർക്ക് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇതായിരിക്കും. അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലേ വിനീതിന്? ഈ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ സീരിയസ് തിങ്. ലൈക്ക് ഒരു മാസ്റ്റർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇന്ന് ഞാൻ സ്കൂളിൽ തുടങ്ങും. പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അതിനു വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് യു ഹാവ് ടു ഡെഡിക്കേറ്റ് ഫുള്ളി. വെറുതെ ഒരാളെ വെച്ച് പഠിപ്പിച്ചിട്ട് ഞാൻ സ്കൂളിൽ തുടങ്ങുമെന്ന് പറയുന്ന കാര്യമില്ല. നമ്മുടെ പാഷനറ്റ് ആയിട്ട് യു ഹാവ് ടു ബി ദെയർ. അപ്പോഴാണ് ആ സ്റ്റുഡൻറ്റിന് ദാറ്റ് മൈ എക്സ്പീരിയൻസ് ഫ്രം മൈ ടീച്ചേഴ്സ്. അതിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അല്ല, ബിക്കോസ് ഐ എം എ പ്രൊഫഷണൽ ആക്ടർ. സോ ഇഫ് ഐ ഹാവ് ടു സ്റ്റാർട്ട് എ സ്കൂൾ ഐ ഹാവ് ടു ബി fully prepared for that and I should have time to dedicate for that. അങ്ങനെയുള്ള സമയത്ത് തുടങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും അല്ല. അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം യു ആൻഡ് ദ റിലേഷൻഷിപ്പ് ഇസ് എ വെരി ഡിവൈൻ റിലേഷൻഷിപ്പ്, ഗുരു ശിഷ്യ ബന്ധം ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞ ശേഷം വിനീതിൻ്റെ കരിയർ തിരിഞ്ഞു നോക്കുമ്പോൾ വിനീത് ഉദ്ദേശിച്ച മാതിരിയാണോ ഈ കരിയർ എത്തിച്ചേർന്നിരിക്കുന്നത്? ഞാൻ തുടങ്ങിയത് വളരെ ചെറിയ പ്രായത്തിലാണ്. ഇൻ ദ സെൻസ് വെൻ ഐ വാസ് ഇൻ 10th. സോ ഒരു പ്രൊഫഷൻ ആയിട്ടൊന്നും അല്ല ആ സമയത്ത്. ഐ ഗോട്ട് എ ചാൻസ് ആൻഡ് ബേസിക്കലി ഒരു ഡാൻസർ എന്ന നിലയിൽ ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു ടുവേർഡ്സ് ദിസ് ഫീൽഡ് ആൻഡ് ആക്ടിങ് ആൻഡ് സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന നേരം ആൻഡ് വർക്കിംഗ് വിത്ത് ലോട്ട് ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് അതൊക്കെ ഇറ്റ് ആഡ്സ് ടു ഇറ്റ്. യു ലേൺ മോർ തിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അങ്ങനെ ഉണ്ട്. ഐ മീൻ ഐ വാസ് ജസ്റ്റ് എ സ്റ്റുഡൻറ് ദാറ്റ് ടൈം ആൻഡ് അപ്പോഴൊക്കെ പഠിപ്പായിരുന്നു. സ്റ്റഡീസ് വാസ് ഗിവൺ മോർ പ്രയോറിറ്റി. എന്തായിരുന്നു ആദ്യം കരിയർ എന്തായിട്ട് വരണം? ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ്, ഐ മീൻ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു. സോ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഐ വാണ്ടഡ് ടു ബി എ പ്രൊഫഷൻ. ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. പക്ഷേ യു ഷുഡ് ഗെറ്റ് റോൾസ് ആൻഡ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ ഗോട്ട് ഗുഡ് റോൾസ്, ഐ ഗോട്ട് എ ബ്രേക്ക്. സോ ദെൻ ഐ ടുക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. അതിനുശേഷമാണ് ലൈക്ക് ഇറ്റ് വാസ് സീരിയസ് ആയിട്ട് എടുത്തത്. അഭിനയത്തെ തന്നെ സീരിയസ് ആയിട്ട് എടുത്തത്. ഇത് ഇത്രയും ഒരു പ്രോബബ്ലി ഒരു 15 years അതിനുശേഷം ആഫ്റ്റർ യു ഹാവ് ടേക്കൻ ഇറ്റ് ആസ് എ പ്രൊഫഷൻ, ഒരു 15 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആർ യു ഹാപ്പി വിത്ത് യുവർ കരിയർ? ഐ എം വെരി ഹാപ്പി ആൻഡ് വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ബിക്കോസ് ദിസ് ഈസ് എ വെരി ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീൽഡ് ഫോർ ആർട്ടിസ്റ്റ്. കോമ്പറ്റീഷനും അതെയാണ്. Competition is there in every field, but when you talk about artists, I mean, we are all such peace-loving people, and the rapport you share as a teamwork is amazing in this field, I feel. Because you have different kinds of people. പല ഭാഷക്കാരുണ്ടാവും, പല ജാതി ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു പടത്തിന് വരുമ്പം everybody is one. It's a team, and that feeling of working together is അതൊരു വല്ലാത്തൊരു പ്ലഷറും സാറ്റിസ്ഫാക്ഷനും തരും ആസ് എൻ ആർട്ടിസ്റ്റ്. പ്രോസസ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് മനസ്സിലായി. പക്ഷേ only thing is കരിയർ വൈസ് ഓൾസോ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യാൻ കിട്ടുക, നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ കിട്ടുക, പോപ്പുലാരിറ്റി ഓഫ് കോഴ്സ് അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് യു വർക്ക് ഓൺ ഇറ്റ്. എത്രത്തോളം നമുക്ക് വരുന്ന റോളുകൾ എങ്ങനെ ചെയ്യുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടണം. സി ടു എൻ എക്സ്റ്റെന്റ് പടം നന്നായാലും ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ successful film, it might affect your career to an extent. It will affect because it's a business. But എന്നാലും the creative side വളരെ satisfied because you're working with a lot of technicians and great artists and the kind of roles you get. അങ്ങനെ I've been very blessed in that way and I'm happy for that. Okay, വളരെ നന്നായി ചെയ്തു ഈ ക്യാരക്ടർ കിട്ടിയത്, ഈ ക്യാരക്ടർ അഭിനയിച്ചത് എനിക്ക് വളരെ നന്നായിട്ട് ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ് എന്ന് തോന്നിയ ക്യാരക്ടേഴ്സ് എന്താണ്? അല്ല, നല്ല ക്യാരക്ടേഴ്സ് ഏതൊരു ആർട്ടിസ്റ്റിനും ഇറ്റ് വിൽ ബി ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ നല്ല, എനിക്ക് ഒരുപാട് ചെയ്യാനിരിക്കുന്നു. അത്ര ട്രെമൻഡസ് പെർഫോമൻസും അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഐ മീൻ ഐ ഹാവൻ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ബട്ട് ഐ ഹവ് ഡൺ മൈ ബെസ്റ്റ് whatever I got and I'm still നല്ല ഡയറക്ടേഴ്സിന്റെ because വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് പലതും പഠിക്കാൻ കഴിഞ്ഞു. ബിക്കോസ് ഒരു ട്രെയിൻഡ് ആക്ടറോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നല്ല ഞാൻ വന്നത്. ഐ വാസ് ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അഭിനയം എന്ന് പറഞ്ഞത് ഐ മീൻ ഇഫ് യു ആർ കമ്മിങ് ഫ്രം ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് തിയേറ്റർ പെർഫോമൻസ് ഒക്കെ ചെയ്ത ഒരാളാണെങ്കിൽ അതങ്ങോട്ട് തെളിയും. ഐ മീൻ യുവർ വോയിസ് മോഡുലേഷൻ ആൻഡ് ടൈമിങ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഐ ഗോട്ട് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഇങ്ങനെ പല പ്രമുഖരായ സംവിധായകരുടെ കൂടെയും
പ്രമുഖരായ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ക്യാരക്ടേഴ്സ് ഇത് ഇങ്ങനെയല്ല, എന്തെങ്കിലും ഇനിയൊരു അവസരം കിട്ടിയാൽ ഇനിയും കൂടി കുറച്ച് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്തിട്ടുണ്ടായിരിക്കും? എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. when you see the film, I mean any artist, എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ്. അയ്യോ ഇതിങ്ങനെ ചെയ്യായിരുന്നു തോന്നും. ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്തില്ലേ വിനീത്? ഇംപ്രൂവിങ്, ഫാസിൽക്കയുടെ ഡയറക്ഷനിൽ പടത്തിലും അതെ, മാനത്തെ വെള്ളിത്തേരിൽ ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്തില്ലേ? അത് ഇതുവരെ വിനീതിനെ കാണാത്ത ഒരു ഷെയ്ഡായിരുന്നു വിനീതിന്റെ. ഒരു ഗുഡി ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിട്ടുള്ള വിനീത്, സോഫ്റ്റ് റോൾസ് മോസ്റ്റ്ലി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ വാസ് ക്വൈറ്റ് എ ചേഞ്ച് ആൻഡ് അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിയോ? ഒന്നുമില്ല. ലൈക്ക് ഐ മീൻ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഇത്തരം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവരുടെ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, ഫാസിൽ സാർ അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ യു ബ്ലൈൻഡ്ലി ഫോളോ ദം. അവരെന്ത് പറയുന്നു അതേ. ഒരു ഡാൻസ് ബേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് വിനീതിന് എപ്പോഴും കിട്ടണത് എന്ന് തോന്നിയിട്ടില്ല? ഇല്ലല്ലോ, എനിക്ക് വളരെ കുറവേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഡാൻസ് ബേസ്ഡ് ആയിട്ട്. ഐ ഹാവ് ഡൺ ടു മെനി ഫിലിംസ് അറ്റ് ഓൾ. ചില പടങ്ങളിൽ ഡാൻസ് സീക്വൻസസ് വന്നിട്ടുണ്ട്, ചില സോങ്സിലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡാൻസ് ഫിലിം ഐ ഹാവൻ ഡൺ. ഇപ്പം ഒരു കമലദളത്തിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ ഒട്ടും ചെയ്തിട്ടില്ല. അതല്ല, മറ്റു ഭാഷകളിൽ കിട്ടിയ ക്യാരക്ടേഴ്സ്. മറ്റു ഭാഷകളിലൊക്കെ ഇപ്പം തെലുഗുവിൽ ഐ ഹാവ് ഡൺ ലോട്ട് ഓഫ് ഫാസ്റ്റ് റോൾസ്, ലൈക്ക് ഐ മീൻ സ്മാർട്ട് ആൻഡ് ആക്റ്റീവ് കൈൻഡ് ഓഫ് റോൾസ്, ലൈക്ക് നോട്ടി ആൻഡ് അതൊന്നും മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ പടങ്ങളും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്താ കിട്ടാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് വരുന്ന വർക്കിൽ നിന്ന് യു ടേക്ക് ദ ബെസ്റ്റ് ഉണ്ട്. സോ അതെന്താ കിട്ടാത്തതെന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മസ്റ്റ് ബി ലൈക്ക് you're getting what you deserve and they feel that ഇത് മതി, അങ്ങനെ ആയിരിക്കണം എനിക്ക് അങ്ങനത്തെ റോൾസ് കിട്ടുന്നത്. പക്ഷെ ഐ എം കോൺഫിഡൻറ്റ് ഇൻ ഡൂയിങ് അത്തരം. എങ്ങനെ തെലുഗു പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഭാഷ ആദ്യം വളരെ പ്രയാസമായിരുന്നു. ബിക്കോസ് എനിക്ക് തെലുങ്ക് ഒട്ടും വശമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ് തെലുഗു. സോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുമ്പ് തന്നെ എനിക്ക് തെലുഗു സോങ്സ് ആൻഡ് ഓൾ വെരി കളർഫുൾ ആൻഡ് ഐ യൂസ് ടു എൻജോയ് ദ ഡാൻസസ്. ആ സമയത്ത് മലയാളത്തിൽ പാട്ടുകളില്ലായിരുന്നു, ഒരു ഏർലി 80s ആൻഡ് ഓൾ ദാറ്റ്. സോ ചിരഞ്ജീവി സാറിന്റെ പാട്ടുകൾ, അങ്ങനത്തെ സോങ്സ് ഒക്കെ വി യൂസ് ടു ഗെറ്റ് കാസറ്റ്സ് ആൻഡ് വാച്ച്. ആ സമയത്ത് മലയാളത്തിന് അങ്ങനെ ഒരു എക്സ്പോഷർ, ഐ മീൻ ഇപ്പോഴുണ്ട് അങ്ങനത്തെ കളർഫുൾ സോങ്സ് ഒക്കെ കമ്മിങ് ഇൻ മലയാളം. സോ അന്ന് മുതൽ എനിക്കൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ when I started doing the film, ഐ മീൻ തെലുഗു ഫിലിം, ഞാൻ ആദ്യത്തെ 2 പടത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു. ഭാഷ എഴുതി പഠിക്കണം. 2 പടം കഴിഞ്ഞപ്പോഴത്തേക്ക് then I started talking in Telugu. ഇപ്പോൾ അവിടെ പോയപ്പോൾ നിങ്ങളുടെ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ എപ്പോഴും വിനീത് ചെയ്യണ മാതിരി ഡാൻസ് അല്ലല്ലോ തെലുഗു പടത്തിൽ ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെ? അത് ഞാൻ തമിഴ് പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പടങ്ങൾ ചെയ്യുന്തോറും യു വർക്ക് വിത്ത് ഡിഫറെന്റ് കൊറിയോഗ്രാഫേഴ്സ്, അവരുടെ സ്റ്റൈല് പഠിക്കും. പിന്നെ അവരുടെ ഗൈഡൻസിൽ യു ട്രൈ ടു ഇംപ്രൂവ്. ബീങ് എ ക്ലാസിക്കൽ ഡാൻസർ എനിക്ക് എപ്പോഴും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ബേസ് ഉള്ളതുകൊണ്ട് ടൈമിംഗ് ഓക്കെ, പക്ഷെ അല്ലാതെ സ്റ്റൈൽ, സിനിമ ഡാൻസ് ഇസ് ഡിഫറെന്റ്, അതിന്റെ സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെന്റ്. സോ യു ആസ് എ ഡാൻസർ ആൻഡ് ആസ് എ മെയിൽ ഡാൻസർ ഐ ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ് ഇതിന്റെ ഇൻഫ്ലുവൻസ് വരരുത്. സോ ദാറ്റ് മൈറ്റ് നോട്ട് ലുക്ക് ഗുഡ് ഫോർ ഫിലിം ഡാൻസ്. സോ അതിന് ഐ ഹാഡ് ടു കോൺസ്റ്റന്റ്ലി വർക്ക് with the help of the choreographers. അപ്പോൾ അങ്ങനെ rehearsals ചെയ്യും, lot of rehearsals and so അങ്ങനെ ചെയ്ത് still improving the technique of dancing like